ഏറ്റവും നല്ല കമ്പാനിയൻ ഡോഗ്സ് എന്നാണ് ഈ ഒരു ബ്രീഡ് അറിയപ്പെടുന്നത്. നമ്മുടെ അമേരിക്കൻ ബുള്ളിയാണ് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂരാണ്. നമ്മുടെ വിശാഖയുടെ വീട്ടിലാണ് കേട്ടോ. അതിൽ തന്നെ ഈ ഒരാളെ കണ്ടോ, ഇത് ഓറിഡോ അല്ലേ? ഒരിടെയാണ് നമ്മുടെ കേരളത്തില് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അതും ഇവൻ ഇതിന്റെ കളറാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മെർലി കളർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ അമേരിക്കൻ പുള്ളിക്കകത്ത് ബ്ലൂ ബ്ലാക്ക് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുന്നത് മിക്സ് കളറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളറ് വളരെ കുറവാണ്. ആള് പോക്കറ്റ് സൈസ് ആണ് വരുന്നത്. നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, അദ്ദേഹത്തോട് ഇങ്ങനെ കയറുന്നത്. എല്ലാവർക്കും വളർത്താൻ പറ്റില്ലേ? ചൂട് എല്ലാവർക്കും പറ്റത്തില്ലല്ലേ? വരാറുണ്ട്. ഇവിടെ നമുക്ക് ഇവർക്കെല്ലാം നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? വീടിനകത്ത് തന്നെ ഇട്ട് വളർത്തേക്കുന്നത് അല്ലേ? ഓക്കെ. 3 വർഷമായിട്ട് നമ്മളിവിടെ അമേരിക്കൻ പുള്ളിയെ വളർത്തുന്നുണ്ടല്ലേ. ആദ്യമായിട്ട് നമ്മൾ എടുത്തത് ഇവളെയാണ്, ഹാപ്പിനെയാണ്. പിന്നെ ഇവരൊക്കെ എടുത്ത് സുനാമീനെ നമുക്ക് തിരുവനന്തപുരത്തുള്ള ചാലഞ്ച് ആയിട്ടുണ്ട്. മെർലി കളർ വന്നിരിക്കുന്ന പപ്പി നോക്കി. പപ്പിയുടെയൊക്കെ ഒരു ഇത് കണ്ടോ, സൈസ് കണ്ടോ നോക്കി. നല്ല കറക്റ്റ് ആ ഒരു റിങ്കിൾ അല്ലേ? നമ്മളൊരു 7 കിലോന്റെ അടുത്തൊക്കെ 7 കിലോ ഉണ്ടല്ലേ? അന്ന് നമ്മൾ കാണാൻ എനിക്ക് തോന്നുന്നു ഒരു 3.5 കിലോ സംതിങ് ഉണ്ടായിരുന്നു. ഏകദേശം 1 മാസം ആയിട്ടില്ല. അതിന് മുമ്പ് അത്യാവശ്യം നല്ല പോലെ സൈസ് ആയിട്ടുണ്ട്. ഇതാണ് വളരെ അപൂർവമായിട്ടൊരു കളർ കേട്ടോ, നമ്മുടെ ഈ ഒരു മെർലി എന്ന് പറഞ്ഞ കേട്ടോ. ഇപ്പൊ ഇവർക്ക് എത്ര നേരം നിങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്? എത്ര നേരം? 4 നേരം കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? ഡ്രൈ ഫുഡ് ആണോ, റോ ഫുഡ് ആണോ, എന്താണ് കൊടുക്കുന്നത്? ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പൊ റോയൽ കാൻ തന്നെ നമ്മള് വെള്ളത്തിൽ ഇപ്പൊ കുതിർത്തിട്ട് കൊടുക്കും 4 നേരം. 4 നേരം. അതില് ചിക്കനും മേടയും പിന്നെ നമ്മള് ചാള വറുത്തതൊക്കെ അങ്ങനത്തെ അല്ല, സ്കിന്നിനെല്ലാം കോട്ടിങ്ങിനെല്ലാം വേണ്ടി നല്ലതായിട്ടല്ലേ. ബെസ്റ്റ് ഒരു ഫ്രണ്ട് ആയിരിക്കും, നല്ല കമ്പാനിയൻ ഡോഗ് ആയിരിക്കും അല്ലേ. ചൂട് കൂടുമ്പോ ഇവർക്ക് അസുഖം വെള്ളം ആവശ്യത്തിന് എപ്പോഴും വേണം, കൂട്ടിൽ വേണം. അതെ, മെയിനായിട്ട് പല ആൾക്കാരും പറയാനുള്ള കാര്യമാണ് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ബ്രീഡാണ്. അത് കുറച്ചു നേരം നമ്മൾ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാം ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഓവറായിട്ട് ഹീറ്റ് അടിപ്പിക്കാതെ വളർത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോഗിന്റെ ഹെൽത്തിന് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഡോഗിന് പ്രോബ്ലം ആണ്. വേറൊരു കളറാണ് കേട്ടോ. തൃശ്ശൂർ ഇവിടെ സ്ഥലം ഇവിടെ നമ്മുടെ തൃശ്ശൂർ ചേർപ്പ്. ഒരു മദർ ഇതാണ്, ഒരു മദർ ഇതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫാദർ വരുന്നത് കേട്ടോ, ഓറിഡോ എന്ന് പറഞ്ഞിട്ട്.